ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ പുതിയ പ്രഭാതത്തിലെ ഒന്നിച്ചുള്ള ധ്യാനത്തിനായി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. 19-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിരുന്നു ആൽബർട്ട് ഷെയ്റ്റ്സർ. ആഫ്രിക്കയിലെ കറുത്ത മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്ത് അവരുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയുവാൻ ആൽബർട്ട് ഷെയ്റ്റ്സർ തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചു. 1913 അദ്ദേഹം അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദീപമായി കടന്നു ചെന്നത്. ആൽബർട്ട് ഷെയ്റ്റ്സറിൽ ചെറുപ്പത്തിൽ തന്നെ ദീനാനുകമ്പ എന്ന വിശിഷ്ട ഗുണം തെളിഞ്ഞു നിന്നിരുന്നു. ആൽബർട്ട് ഷെയ്റ്റ്സർ സ്കൂളിൽ പഠിക്കുന്ന അവസരം ഒരു ദിവസം വിദ്യാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങും വഴി ആൽബർട്ടും സഹപാഠിയായ ജോർജും തമ്മിൽ വഴക്കുണ്ടായി. വഴക്ക് മൂത്ത് അവർ മൽപ്പിടുത്തത്തിലായി. മൽപ്പിടുത്തത്തിൽ ആൽബർട്ട് ജോർജിനെ തോൽപ്പിച്ചു. പരാജിതനായ ജോർജ് കരഞ്ഞുകൊണ്ട് ആൽബർട്ടിനോട് പറഞ്ഞു, നീ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു, ഞാനത് സമ്മതിക്കുന്നു. എന്നാൽ നിനക്ക് കിട്ടുന്നതുപോലെ ആഴ്ചയിൽ 2 ദിവസം ഇറച്ചി സൂപ്പ് കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് നിന്നെപ്പോലെ ശക്തി ഉണ്ടാകുമായിരുന്നു. ഈ വാക്കുകൾ ആൽബർട്ടിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ആൽബർട്ട് ഇങ്ങനെ ചിന്തിച്ചു, താൻ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്, നല്ല ആഹാരം കഴിക്കുന്നു, ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ജോർജിന് ഇതൊന്നും വേണ്ടത്രയില്ല, അവൻ വളരെ പാവമാണ്. ആൽബർട്ട് ജോർജിനോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, നാം തമ്മിൽ വഴക്കുണ്ടാക്കിയത് ശരിയല്ല. അന്ന് രാത്രി അത്താഴം കഴിക്കാനായി ആൽബർട്ട് ഇരുന്നപ്പോൾ അമ്മ ആവി പറക്കുന്ന ഇറച്ചി സൂപ്പ് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ അവനത് കഴിക്കാൻ തോന്നിയില്ല. അവൻ്റെ ഹൃദയത്തിൽ ജോർജിൻ്റെ മുഖവും അവൻ പറഞ്ഞ വാക്കുകളുമായിരുന്നു. അമ്മ ആൽബർട്ടിനോട് ചോദിച്ചു, നീ എന്താ മോനെ സൂപ്പ് കഴിക്കാത്തത്? എനിക്കിന്ന് നല്ല വിശപ്പ് തോന്നുന്നില്ലമ്മേ. മോൻ കഴിക്കേ, അമ്മ മോന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. അമ്മ സൂപ്പ് കഴിക്കാൻ നിർബന്ധിച്ചിട്ടും അവൻ കഴിച്ചില്ല. അനേകം ബാലന്മാർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിഷമിക്കുമ്പോൾ താൻ സൂപ്പ് കഴിക്കുന്നത് ശരിയല്ല എന്ന് ആൽബർട്ടിന് തോന്നി. ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള അന്തരം അവനെ ദുഃഖിപ്പിച്ചു. ആൽബർട്ട് ദരിദ്രരുടെ പക്ഷത്തേക്ക് വരാൻ ആഗ്രഹിച്ചു. ഒരു ദരിദ്രനായി തീരാൻ അവൻ്റെ ഹൃദയം ദാഹിച്ചു. സമ്പന്നരും ദരിദ്രരുമായി മനുഷ്യരെ തിരിക്കുന്ന വ്യവസ്ഥയെക്കുറിച്ച് അവന് വെറുപ്പും പുച്ഛവും തോന്നി. ആൽബർട്ട് തൻ്റെ പട്ടുവസ്ത്രങ്ങൾ മാറ്റി പരുക്കൻ തുണി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. അവൻ തൻ്റെ തുകൽ ചെരുപ്പ് ഊരി ദൂരെ എറിഞ്ഞു. അവൻ മരച്ചെരുപ്പുകൾ ധരിച്ചു. ഇത് കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മോനെ നീ ഭംഗിയുള്ള ഉടുപ്പും ചെരുപ്പും മാറ്റിവെച്ച് മോശമായവ ധരിക്കുന്നത്? ഇതൊന്നും മോശമല്ലമ്മേ, ധാരാളം ആളുകൾ ഇത് ധരിക്കുന്നില്ലേ? എനിക്കും ഇത് മതി. നിൻ്റെ പെരുമാറ്റം എന്നെയും അച്ഛനെയും ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട്. ഞാൻ അമ്മയും അച്ഛനും വിഷമിക്കാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. മാതാപിതാക്കൾ എത്ര ശ്രമിച്ചിട്ടും ആൽബർട്ടിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. 38-ാമത്തെ വയസ്സിൽ ആൽബർട്ട് ആഫ്രിക്കയിലെ കറുത്ത മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹം അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അവരുടെ ഇടയിലെ രോഗികളെ ശുശ്രൂഷിച്ചു. അവരിൽ ഒരുവനായി ആൽബർട്ട് ജീവിച്ചു. തൽഫലമായി അവർ ആൽബർട്ടിനെ ദൈവത്തെ പോലെ സ്നേഹിച്ചു. ആഫ്രിക്കയിൽ അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ആശുപത്രി സ്ഥാപിച്ചതോടെ ആൽബർട്ടിൻ്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിച്ചു. 1952 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. മനുഷ്യ സ്നേഹത്തിനും സേവനത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ച ആൽബർട്ട് ഷെയ്റ്റ്സർ 1965 അന്തരിച്ചു. ആൽബർട്ട് ഷെയ്റ്റ്സറിൻ്റെ വേർപാടിൽ കറുത്തവർഗ്ഗക്കാർ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണം അവരുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ച വേദന വളരെ വലുതായിരുന്നു. പ്രിയമുള്ളവരിൽ, കർത്താവ് കാട്ടിയ മാതൃകയും ഇതുതന്നെയാണ്. സ്നേഹത്തിനു വേണ്ടിയും സേവനത്തിനു വേണ്ടിയും അനേകം ആൾക്കാർ കൊതിച്ചപ്പോൾ കർത്താവ് വേണ്ടുവോളം അവർക്ക് നൽകി. എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിലൂടെ കർത്താവ് അർത്ഥമാക്കുന്നതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അശരണർക്ക് സേവനം ചെയ്യുവാനും മറ്റുള്ളവരെ കരുതുവാനും ആദരിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നാം യഥാർത്ഥമായി ക്രിസ്ത്യാനികളാകുന്നത്. അപ്രകാരമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടെ നൽകിത്തരണമേ. കർത്താവെ, ഈ ലോകത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനതയെ കർത്താവെ ഒരു കൈ താങ്ങുവാൻ തക്കവണ്ണം, കർത്താവെ അവർക്ക് ആവശ്യമായ കൈത്താങ്ങൽ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവർ കർത്താവെ ദൈവമേ കരുതുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് അവിടെ നൽകണമേ. സ്നേഹിക്കുന്നൊരു ഹൃദയം ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.